ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ്റെ ഓണാഘോഷ പരിപാടിയിലേക്കായിരുന്നു ഇത്തവണത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വള്ളിവട്ടം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പാർലിക് ഫാം ഹൗസിൽ വെച്ചായിരുന്നു നമ്മുടെ പരിപാടിയെല്ലാം നടന്നത്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. വീൽ ചെയർ യൂസേഴ്സ് എല്ലാവരും ഒത്തുകൂടാനും അതുപോലെ തന്നെ കിടിലൻ ഓണാഘോഷ പരിപാടികളൊക്കെ ആയിട്ട് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എനിക്ക് ചെറിയൊരു അവാർഡൊക്കെ ആ ഒരു പരിപാടിയിൽ കിട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വൈകാതെ കാണാൻ സാധിക്കും, അതിൻ്റെ ഒപ്പം തന്നെ കാണാൻ സാധിക്കും. ഞങ്ങളൊരു 11 മണിയൊപ്പിച്ച് അവിടെ എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുകളുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ യെല്ലോ ഷർട്ടിട്ട ആൾക്ക് അവാർഡ് കൊടുത്ത കണ്ണട വെച്ച വ്യക്തിയാണ് സക്കീർ മാഷ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ്റെ തൃശ്ശൂർ ജില്ലയുടെ ഹെഡായിട്ട് വരുന്നത്. അദ്ദേഹമാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും. ഇപ്പോൾ ഈ പരിപാടി നടന്ന ഫാം ഹൗസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ചെറിയ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിന് വേണ്ട ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്പേസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നെ അകത്തോട്ട് കയറ്റിയ ശേഷം നമ്മുടെ ഒപ്പം വന്ന കൂട്ടുകാരന്മാർ അതെല്ലാം മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രോഗ്രാം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ അവരവരുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ പരിപാടികൾ. ഇപ്പോൾ ഈ കാണുന്ന അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ്. ഒരുപാട് പാട്ടുകളും അതുപോലെ തന്നെ മിമിക്രി പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കേട്ടോ. അദ്ദേഹം ഒരുപാട് തവണ വേദിയിലോട്ട് വന്ന് പല പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഹൃദയംഗമമായ ഓണ ആശംസകൾ ഞാൻ കണ്ടു നിനക്കുറങ്ങിടുക പുഷ്പത്തിൻ കൽപ്പനന്നു ഞാൻ വിരിക്കാൻ ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിലെത്തുമ്പോൾ ജീവിക്കുക മലർമണം ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിലേക്ക് അവ പുറത്തെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് വ്യത്യക്കമുണ്ടാകുന്നു. നാളെ നമ്മളെ രോഗിയാക്കാൻ ഇത് മതി. വലിയ രോഗി. എല്ലാവർക്കും വേണ്ടി ഓണാശംസകൾ ഞാൻ നേടുകയാണ്. ഇതിനേക്കാൾ മനോഹരമായ ശബ്ദമുണ്ട്. അത് SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദമാണ്. ഞാൻ തന്നെ വിചാരിച്ചിട്ടുള്ളത് അത് ടിവിയുടെ കുഴപ്പമാണോ, പക്ഷെ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് സുരാജേട്ടൻ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ശബ്ദം പറയണമെങ്കിൽ നല്ലവരായ എന്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് സീതാരായണ ഗുരുദേവം പറഞ്ഞിട്ടുണ്ട്. സീതാരായണ ഗുരുദേവം പറഞ്ഞ കാര്യം നടക്കട്ടെ. ഇവിടെ ഓണപരിപാടിയാണ്. ഇവിടെ ഗസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. സാർ എന്താണ് പറയാനുള്ളത് പറഞ്ഞിട്ട് നോക്കും. ഈ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മഞ്ഞ ഷർട്ടും ഒരു മഞ്ഞ മുണ്ടും അവസാനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും കൂടി കണ്ടാൽ ആ ഓണം നമ്മളെ കളറായിരിക്കും. അതാണ് സാറേ ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഇത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നത്? കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഓണ ചക്കര കൊണ്ടാണ് കണ്ടറിയ പാലാണ് തേനാണ് കൽപ്പിന് പൈങ്കിളിക്ക് പഞ്ചാര കുഴൽമാനം കാണുന്നീ പഞ്ചാര പാങ്കുഴൽ കാണുന്നീ ഇല്ലി മുഴുവൻ കാതുകളില്ലം പാടി വരും ഞങ്ങളെ അല്ലി മലരാമകളിൽ അമ്മ ഞാനെന്താണെന്ന് ചെയ്ത തെറ്റ്. ഞാനും സള്ളയായിട്ട് ഒരു
ഒരു സിനിമ കാണാൻ പോയത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരിപാടികളൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരാളൊരു ഗാനം കൂടെ ആലപിച്ചായിരുന്നു. അപ്പോഴേക്കും ഇതേ നമ്മുടെ മാവേലി വീൽ ചെയറിൽ തന്നെ നമ്മളെ കാണാനായിട്ട് എത്തിയേക്കേണ്ട. മാവേലി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും കൃത്യമായ വരവേൽപ്പ് നൽകിക്കൊണ്ട് മാവേലി മന്നൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കട്ടെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഗതി കാണാൻ പോകുന്നത്. വടംവലി എല്ലാവരും കണ്ടിട്ടുള്ളല്ലേ, പക്ഷേ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഉള്ള ആൾക്കാരുടെ വടംവലി നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടണ്ട. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടെ. പിന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി അവർ കരുതിയിരുന്നത്. എല്ലാവരും നല്ല ആസ്വദിച്ച് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. സദ്യ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പരിപാടികൾ ആരംഭിച്ചായിരുന്നു. പിന്നീട് ഗസ്റ്റുകളെല്ലാം വരേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു ചെറിയ പാട്ടൊക്കെ പാടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടെ ഇടാം. നമുക്ക് ഫുൾ വീഡിയോ മുൻപേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ. ഈ ഒരു ഓണാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് KWRFിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സക്കീർ മാഷ്, താജുദ്ദീനിക്ക, എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി ആദ്യമേ പറയുന്നു. ഞാനിന്നിവിടെ ആലപിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായിട്ടൊരു ഗായകനാണ് സോനു നിഗം എന്ന് പറയുന്നത്, അല്ലേ? സോനു നിഗം മലയാളത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? സോനു നിഗം മലയാളത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ബോംബെ മാസ് 1993 എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. നിർഭാഗ്യവശാൽ അതൊരു സാമ്പത്തിക വിജയം നേടിയ ചിത്രമായിരുന്നില്ല. പക്ഷേ
നല്ലൊരു പാട്ടായിരുന്നു ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് എൻ്റെ വോയിസിലൂടെ കേൾക്കാനാണ് നിങ്ങളുടെ നിയോഗം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോഴേക്കും നമ്മുടെ പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള ഡാംജി സുരേഷ് അവിടെ എത്തിയായിരുന്നു. അദ്ദേഹം നമുക്കൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചെറിയൊരു പ്രസംഗമൊക്കെ പറഞ്ഞു അവിടെ വെച്ച്. വളരെ ശരിക്കും നേരത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനുശേഷം നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള സിനിമാ നടൻ ദിലീപ് അവിടെ എത്തി. എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ തന്നെ അദ്ദേഹത്തെ വരവേറ്റു. ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മളുടെ സ്നേഹനിധിയായ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ ഇതാ നമ്മോട് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സിറ്റി സാലിക നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പങ്കാളികളാകാൻ വേണ്ടി ഇതാ ഇരുവരും എത്തിയിരിക്കുന്നു. വെൽക്കം വെൽക്കം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജനപ്രിയ നായകൻ ദിലീപേട്ടനെയും ശേഷം ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കം. അഫാനെന്ന് ഓഫ് ചെയ്യണം. ഇതൊരു പ്രതിഫലിച്ചമാകട്ടെ. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, അതുപോലെ തന്നെ CP ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ സാലിക്ക, കെയർ ഷെയറിന്റെ MD ഫാദർ തോമസ് അവർ, ഷൈജു കാനാടി, സുരേഷ് എവൻജി, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് യാദൃശികമായിട്ട് കിട്ടിയ ഒരു സഹോദരനാണ് സാലിക്ക. കുറച്ച് കാലമായിട്ടാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ ഒരു അംഗം തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സാലിക്ക കണ്ട് പരിചയപ്പെട്ട ആ നിമിഷം മുതൽ എന്നോട് പെരുമാറിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോട് ഞങ്ങൾ എല്ലാവരെയും അത്രമാത്രം കെയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് സാലിക്ക ഒരുമിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ വേറൊരു സഹോദരനുണ്ട്, മാതൃഭൂമിയിൽ പ്രമോദ് എന്ന് പറഞ്ഞിട്ട്. കേട് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തൃശ്ശൂർ എവിടെ ഞങ്ങൾ പിരിച്ചർ കേടുവെന്ന് പറഞ്ഞാൽ ഉടൻ വന്ന് ഫ്രീ ആയിട്ട് നന്നാക്കി തരുന്ന ഒരാളാണ്. കുറച്ചുപണി ഞങ്ങൾ ആലോചിക്കാണ്. അടുത്തത് ഷീജ, പാലിയേറ്റീവ് കമ്മീഷണർ ഷീജ. ഞങ്ങൾ കഴിഞ്ഞ വർഷം 36 വീൽ ചെയറുകാരും അവരുടെ കുടുംബമായിട്ട് ഊട്ടിയിലേക്ക് 2 ദിവസം താമസിക്കാൻ വേണ്ടി പോയി. ചെറിയ കാര്യമില്ലായിരുന്നു.
അത് ഞങ്ങളൊപ്പം നിരന്തരമായി പോയും നമ്മളുടെ എല്ലാ യാത്രകളിലും ഞങ്ങളൊപ്പമുള്ള ഒരു പാലിയേറ്റീവ് നഴ്സാണ് ഷീജ ആദരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോ എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണമെന്നുള്ളത്. നിങ്ങൾ സാധാരണ കസേരയിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത്. നമ്മള് പല സ്ഥലത്ത് നമ്മൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് തന്നെ. ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും, ചില ആൾക്കാർ നടക്കാൻ പറ്റാതെ. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും. ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, ഒരിടം അല്ലെ, ഒരിടം അല്ലേ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നതാണ്. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങള് ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല. സത്യമല്ലേ? നമുക്ക് വേണ്ടത് അതാണ്. കാരണം നമ്മള് ജനിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണതിന്റെ ഇടകളിൽ കുറച്ച് സമയം, ആ സമയത്ത് നമ്മൾ ചിരിയും കളിയും ബഹളമായിട്ടൊക്കെ തന്നെ പോവുക. അതിന് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മളത് ഫേസ് ചെയ്ത് പോകണം. അതാണ് നമുക്ക് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത്. അത് ദൈവത്തിനറിയാം. ഒരു മനുഷ്യന് ഒരു പ്രശ്നം കൊടുക്കുമ്പോൾ അവൻ അതിനെ എങ്ങനെ തരണം ചെയ്ത്, ഇത് ഓരോ പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതം. ആരും തളരാതെ മുന്നോട്ട് തന്നെ പോകുക. അതില് ഓടാൻ കൽപ്പുള്ളവർ നടക്കാൻ പറ്റാത്തവരെ കൈപിടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ നോട്ടവും ആ ഒരു കാരുണ്യമൊക്കെ ഈ പറയുന്ന എല്ലാവരിലേക്കും ഉണ്ടാവുന്നതാണ്. അതിന് CP ട്രസ്റ്റിന്റെ ഒപ്പം കൂട്ടായി നിൽക്കുന്ന മമ്മൂക്ക പങ്കാളിയായിട്ടുള്ള കെയർ ആൻഡ് ഷെയർ. ഇന്നലെ ഞാൻ യാദൃശ്യമായിട്ടാണ് മമ്മൂക്കേനെ എയർപോർട്ടിൽ കണ്ടത്. നേരിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റിയൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്നും മമ്മൂക്ക ഒരുമിച്ചിട്ടുള്ള മമ്മൂക്കയുടെ ഒരു പ്രസ്ഥാനവും ചേർന്നിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഫാദർ പറഞ്ഞ ശരിയാണ്, സാലിക്കം പറഞ്ഞ കാര്യങ്ങളാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സോഴ്സുകൾ പെട്ടെന്ന് കണക്ട് ചെയ്ത് അതെന്താ വേണ്ടതെന്ന് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഒരാളാണ് മമ്മൂക്ക. ഞാൻ എന്താ പറയാ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കണ്ട എന്റെ ഹീറോ ആണ് മമ്മൂക്ക. എന്റെ വീടിന്റെ അടുത്ത് ഷൂട്ടിംഗ് വരുമ്പോൾ ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് സിനിമയിലെത്തി. അപ്പൊ ആ സമയത്ത് തകർന്നു എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല മരുന്നാണ് ചിരി. തമാശ പറയാനും തമാശ ആസ്വദിക്കാനും കെൽപ്പുള്ളവരാണ് നിങ്ങളെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ പവർ നിങ്ങൾ കളയരുത്. നമ്മളിവിടെ എന്തിനെ അതിജീവിച്ച് നമ്മൾ ജീവിക്കും, നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ആ നമ്മുടെ തീരുമാനമാണ്. അല്ലേ? അങ്ങനെ ആയിരിക്കണം. അപ്പൊ സന്തോഷകരമായിട്ടുള്ള കൂട്ടായ്മകൾ ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. കാരണം നിങ്ങൾ ആരും അടച്ചിട്ട് മുകളിലുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന കൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരത്തും നിങ്ങൾ ഇവിടെ വന്ന് എല്ലാവരെയൊക്കെ കണ്ട് ഈ ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്ത് ഉഷാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരിടം എന്ന് പറയുന്ന ആ ചിന്ത യാഥാർത്ഥ്യമാവുമ്പോ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. എന്തായാലും ഇനിയൊരു ദിലീപേട്ടനും സാലിക്കൊക്കെ അടക്കമുള്ള വലിയൊരു നിലയിൽ എന്നെയും ഒരു സീറ്റിലിരുത്താൻ ദൈവം അനുവദിച്ചതിൽ ഒരുപാട് സന്തോഷം. ദിലീപേട്ടനായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുള്ളതാണ്. ദിലീപേട്ടൻ്റെ ഗൾഫ് ഷോകളിലൊക്കെ കുറെ സ്റ്റേജിൽ വരുന്ന കുറെ ജീവികളുടെ സംഭവങ്ങളൊക്കെ എന്നെ കൊണ്ട് ദിലീപേട്ടൻ കുറെ പ്രാവശ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സലാം നിങ്ങളുടെ അടുത്തിരിക്കാനുള്ള യോഗത്തിൽ. കാരണം വെച്ചാൽ ഇത് വലിയ ദൈവം അനുഗ്രഹിച്ചൊരു കലാകാരനാണ്. ഞങ്ങൾ ഷോയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഡയവൻജി സുരേഷ് എന്ന് കേട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആനേനെ ഓർമ്മ വരും. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഷോയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ആന ഉണ്ടാക്കി തന്നിരുന്നു. അന്ന് ഗൾഫിൽ ഞങ്ങൾ പോകുമ്പോ സ്റ്റേജിൽ ഞങ്ങൾ ആനയെ കാണിക്കും.
അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര ഷോക്കോടുകൂടി നോക്കിയിരുന്നിരുന്നു. എങ്ങനെ ആനയൊക്കെ ആയിട്ട്, ആനയുടെ ഉള്ളിലുണ്ടായിരുന്ന കലാഭവമണിയും കൊച്ചിനീഫിയായിരുന്നു. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതില് ഫ്രണ്ടിലത്തെ കാലിന്റെ ഉള്ളില് കലാഭവമണിയാണ്, ബാക്കിലത്തെ കാലിന്റെ ഉള്ളില് അനീഫിക്കായിരുന്നു. അപ്പൊ ഈ ആന ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ ബാക്കിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇതുപോലത്തെ ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആന ഇങ്ങനെ നിൽക്കുന്നു, കാരണം അനീഫിക്ക് താഴെ പോയേക്ക വന്ന് ആനയുടെ കാര്യവും സുരേഷ് ഗോപിന്റെ ലൈഫിൽ അവള് പറക്കൂല. അപ്പൊ വലിയ കലാകാരനാണ്, അതിന് പ്രത്യേക കയ്യടി കൊടുക്കാം. പിന്നീട് അവാർഡ് വിതരണം ആരംഭിച്ചു. മെൻഹാജ് ഗോവളിൽ നടന്ന പാരാ സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ്. ഓക്കെ, അടുത്തത് ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഫൈറ്റർ ഓൺ വീൽസ് എന്ന പുരസ്കാരമാണ് എനിക്ക് ലഭിച്ചത്. ഒരു 18-19 വയസ്സ് വരെ നോർമൽ ലൈഫിൽ ജീവിച്ച ഒരാളാണ്. അതിനുശേഷം സാറിന് CD മൂസായി ശ്രീകാളേശ്വരം തിയേറ്ററിൽ ക്യൂ നിന്ന് പടം കണ്ട് തിയേറ്ററിൽ അർമാദിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷമാണ് ഞാനൊരു അവസ്ഥയിൽ ഇപ്പോൾ സാറ് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ആ അവസ്ഥയിൽ നോർമൽ ലൈഫിൽ നിന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാർ നേരിടുന്നു എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്കിപ്പോൾ സാറിനോട് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വർഷം ഒരു സർക്കാരിലൊരു നിയമപോരാട്ടം നടത്തിയ ഒരു അനുകൂല ഉത്തരവ്, അതായത് സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാനായിട്ട് ഒരു അനുകൂല ഉത്തരവ് സർക്കാർ ഒരു നിയമപോരാട്ടം നടത്തി നീക്കിയെടുത്ത ആളാണ്. പക്ഷേ ഇന്നും ആ ഉത്തരവ് പല തിയേറ്ററുകളും നടപ്പിലാക്കിയിട്ടില്ല. സാറിനറിയാം, ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ് ഒരു ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു വിനോദോപാധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും സിനിമ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഇന്നും തിയേറ്ററുകൾ ഞങ്ങളെ പോലുള്ളവർ കയറാനായിട്ട് സ്റ്റെപ്പുകൾ വെച്ച് ഞങ്ങൾ കയറാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. സാറിന് ഒരു തിയേറ്ററിന്റെ മുതലാളിയാണ്. അപ്പോൾ കഴിയുമെങ്കിൽ സാറിന്റെ ഫീൽഡ് ആയതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ്, ഞാൻ ആ തിയേറ്ററിൽ ഒരു ഉത്തരവ് നേടിയതിന്റെ അടിസ്ഥാനത്തിൽ 9 വർഷത്തിന് ശേഷം ആ ഉത്തരവ് കേരളത്തിൽ ആദ്യമായി കൊടുങ്ങല്ലൂർ ലക്ഷ്മി എന്ന് പറയുന്ന തിയേറ്ററിൽ റാമ്പ് വെപ്പിച്ച് 9 വർഷത്തിന് ശേഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആളാണ് ഞാൻ. അപ്പൊ എന്നെ കൊണ്ടാവുന്നതാണ്. പിന്നെ 21 സ്ഥലങ്ങൾ ഞാൻ കണ്ടതും സഞ്ചരിച്ചതുമായിട്ടുള്ള 21 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പരാതി കൊടുത്ത് റാമ്പ് നിർമ്മിച്ച് ഭിന്നശേഷി സൗഹൃദമാക്കിയ ഒരു വ്യക്തിയാണ്. അതിനാണ് എനിക്കിപ്പോൾ ഈ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ കാലവും പരാതിയുമായി നിൽക്കേണ്ട ആൾക്കാരല്ല, നമുക്ക് അനുകൂല ഉത്തരവുകളുണ്ട്, അനുകൂല നിയമങ്ങളുണ്ട്. ഞങ്ങൾക്ക് സാറിനുള്ള പിന്തുണ ആവശ്യമാണ്. അപ്പോൾ കഴിയുമെങ്കിൽ അതുപോലെ തന്നെ പുട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉടമയാണ് സാറ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാറേ അത്തരം സ്ഥലങ്ങളിൽ എത്തപ്പെടാനായിട്ട്. അപ്പോൾ സിനിമയ്ക്ക് 150 രൂപ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആ തിയേറ്ററിൽ എത്തുന്നുണ്ടെങ്കിൽ ഒരു 2000-2500 ചിലവാണ്. കാരണം എന്താ പറയുക, ഇപ്പം എന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വാടകയ്ക്ക് വാഹനം എടുക്കണം. അതുപോലെ എൻ്റെ സാറ് കണ്ടതുപോലെ 2 പേര് എന്നെ വണ്ടിയിലോട്ട് കയറ്റിയെടുക്കാനും മറ്റും വേണം. അപ്പം സാധാരണക്കാര് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 150 രൂപ സാധിക്കുന്ന ഒരു കാര്യത്തിന് ഞങ്ങൾ ചിലവാക്കുന്ന 1200-2000 രൂപയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥയും വീണ്ടും ഞങ്ങൾ ഇത്തരത്തിൽ സ്റ്റെപ്പുകൾ കയറും. ഇത് ആൾക്കാർ പൊക്കിയെടുക്കാനുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സമയം ഞങ്ങൾ കൂടുതലായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഒരു നടൻ എന്ന നിലയിൽ ഡി സിനിമാസ് എന്ന തിയേറ്ററിന്റെ ഒരു ഉടമ എന്ന നിലയിൽ, അതുപോലെ തന്നെ ദൈവപ്പെട്ടു റെസ്റ്റോറൻറ്റുകൾ, അപ്പോൾ പറയാനുള്ളത്, കഴിയുമെങ്കിൽ സാറ് തന്നെ ഒരു മാതൃക കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. നമ്മളുടെ തിയേറ്ററുകളിൽ അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ അസോസിയേഷനിൽ എല്ലാ തിയേറ്റേഴ്സും ഉള്ള ഒരു വേദിയിൽ ഞാനത് പറഞ്ഞ് പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. പോകാൻ പറ്റുന്നുണ്ട്, അവിടെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരമൊരു അവാർഡ് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ഇത്രയധികം പേര് ഒരുമിച്ച് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമൊക്കെ എനിക്കും അവിടെ വെച്ച് ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പരിപാടിയിൽ കൂടെ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ അവാർഡ് ദാനത്തിന് ശേഷം ഇറങ്ങി. ആദ്യമായിട്ടാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാനിങ്ങനെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനെന്നെ ക്ഷണിച്ച സക്കീർ മാഷിനോടും അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സിന്ധു, താജുദ്ദീനിക്ക എന്നിവരോടുള്ള നന്ദിയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഈ ഒരു വീഡിയോയിലും കൂടെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ദിലീപ് സാറും ഇറങ്ങിയായിരുന്നു. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് ഒരു ഭാഗം സംസാരിക്കാനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാർ പോലും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്താണ് അദ്ദേഹവും മടങ്ങിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായതായിരുന്നു. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.